വേദനാനുഭവവും വേദനയും തലച്ചോറിനെ ആശ്രയിച്ച് മാത്രമാണ് ഇരിക്കുന്നതെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. തൊലിയിൽ വേദനാ സംവേദിനികൾ കുടികൊള്ളുന്നുവെന്നും ഇവയുടെ സാന്നിധ്യമില്ലാതെ ഒരു വ്യക്തിക്ക് വേദന അനുഭവപ്പെടുകയില്ലെന്നും അടുത്ത കാലത്ത് നടന്ന കണ്ടുപിടുത്തങ്ങൾ തെളിയിക്കുന്നു. പൊള്ളലേറ്റ ഒരു രോഗിയെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ മൊട്ടുസൂചി കൊണ്ട് കുത്തി പൊള്ളലിന്റെ നിലവാരം നിർണയിക്കുന്നു. രോഗിക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടർ സന്തോഷിക്കുന്നു. കാരണം വേദനാ സംവേദനികൾ അക്ഷതമാണെന്നും പൊള്ളൽ ഉപരിതലത്തിൽ മാത്രമേയുള്ളൂവെന്നും ആഴത്തിലില്ലെന്നുമാണിത് സൂചിപ്പിക്കുന്നത്. മറിച്ച് രോഗിക്ക് വേദന അനുഭവപ്പെടുന്നില്ലെങ്കിൽ പൊള്ളൽ വളരെ ആഴത്തിലുള്ളതാണെന്നും വേദനാ സംവേദനികൾ നശിച്ചു പോയിട്ടുണ്ടെന്നുമാണിത് സൂചിപ്പിക്കുന്നത്. ഇനി പറയുന്ന വചനത്തിലൂടെ വേദനാ സംവേദനികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഖുർആൻ സൂചന തരുന്നു. الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. വേദനാ സംവേദനികളുടെ ഗവേഷണത്തിനായി തായ്ലൻഡിലെ ചിയാങ് മായ് സർവകലാശാലയിലെ ശരീരഘടനാശാസ്ത്ര വിഭാഗത്തിന്റെ തലവനായ പ്രൊഫസർ തകറ്റർ ജോസൺ ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ശാസ്ത്രീയ വസ്തുത ഖുർആനിൽ ആലേഖനം ചെയ്യപ്പെട്ടതെന്നറിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ഈ ഖുർആനിക വചനം ആഴത്തിൽ പഠിക്കുകയും അതിന്റെ സത്യസന്ധത ദൃഢീകരിക്കുകയും ചെയ്തു. ഖുർആനിക വചനങ്ങളുടെ ശാസ്ത്രീയ കൃത്യതയിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റം മതിപ്പ് തോന്നുകയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങൾ സയന്റിഫിക് സയൻസ് ഓഫ് ഖുർആൻ ആൻഡ് സുന്നത്ത് എന്ന വിഷയത്തെക്കുറിച്ച് റിയാദിൽ വെച്ച് നടത്തപ്പെട്ട 8ാമത്തെ വൈദ്യശാസ്ത്ര സമ്മേളനത്തിൽ പരസ്യമായി സത്യസാക്ഷ്യ വചനം ഉച്ചരിക്കുകയും ചെയ്തു. തെറിക്കുന്ന